നമസ്കാരം, എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മാറിയപ്പള്ളിയിലാണ്. ഇവിടെ ഏകദേശം 20 വർഷത്തോളമായി പ്രവർത്തനം നിലച്ച മഹാത്മാ ഗ്രന്ഥശാലയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അന്നത്തെ നടത്തിപ്പിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഗ്രന്ഥശാലയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. ഇപ്പോഴിതാ ഗ്രന്ഥശാല പുനരുദ്ധരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പം ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഗ്രന്ഥശാല ഈ ഒരു സ്ഥിതിയിലായിട്ട്? കുറഞ്ഞതൊരു 20 വർഷം നമുക്ക് പറയാം. കാരണം ആ സമയത്തെല്ലാം ഇത് ഒരുവിധം വർക്കിങ്ങിലായിരുന്നു. പക്ഷേ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പൊ ഈ രീതിയിലുള്ള ഇപ്പൊ ഇതിനകത്തോട്ട് കയറാൻ മേലാത്ത രീതിയിലാണ്. അതിനേക്കാൾ ഉപരി അതിനകത്ത് കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ നശിച്ചിരിക്കുക. അത് ചതലും പിടിച്ച് ആകെ വല്ലാത്തൊരു ഇതിലാണ്, നമുക്ക് എടുക്കാൻ പോലും മേലാത്ത രീതിയിലാണ് ഇരുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ ആദർശനഗർ റെസിഡൻസിൻ്റെ കെയർ ഓഫിൽ ഗവൺമെൻറ് കോളേജിലെ NSS വളണ്ടിയർമാരെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് പുസ്തകങ്ങളെല്ലാം ക്ലീൻ ചെയ്യുകയും അതെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുകയൊക്കെ ചെയ്താണ്. ആ സമയത്താണ് പിന്നെ കോവിഡ് വന്നത്. ആ കോവിഡിന് ശേഷം പിന്നെ ആർക്കും ഇങ്ങോട്ട് കയറാനോ അതുപോലെ പിന്നെ കൂടുതൽ ഇത് കുറച്ച് റിപ്പയറിംഗ് ഒക്കെ നടത്തിയതാണ്. പക്ഷേ അതിനുശേഷം ഇതിനകത്ത് പിന്നെ ഒരു പരിപാടി നടക്കാത്തത് കൊണ്ട് അത് ഒന്നിനൊന്നിനും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് മൊത്തം ചെയ്യിക്കുക. പിന്നെ ഇതിൻ്റെ കസ്റ്റോഡിയൻ ശരിക്കും ഇപ്പോഴാരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കുറെ പേർ ഇവർക്കൊക്കെ അറിയായിരിക്കും, അവർ വേണമെങ്കിൽ പറയട്ടെ ആരെ അതിന്റെ. ചേച്ചി, ഇതിന്റെ ഒരു നടത്തിപ്പ് നിലയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? നടത്തിപ്പ് നിലയ്ക്കാൻ കാരണം എൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് കുറച്ച് വർഷങ്ങൾ ലൈബ്രറിയനായിട്ട് ഇരുന്നതാണ്. ലൈബ്രറിയനായിട്ടും പിന്നെ അത് കഴിഞ്ഞ് അതിനുശേഷം 2009-10 കാലഘട്ടത്തിൽ ഞാൻ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രസിഡൻ്റ് ആയിട്ടിരുന്ന ശ്രീ നാട്ട സുരേഷ് അദ്ദേഹം ഇതിൻ്റെ ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ടും ഇതിൻ്റെ പട്ടയം കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി വെച്ചൊക്കെയായിരുന്നു മിക്ക ഞായറാഴ്ചകളിലും എല്ലാവരും കൂടെ ഒത്തുകൂടി എല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സത്യത്തിൽ പാമ്പ് വരെ കയറിയിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പം നമുക്കിപ്പോൾ പട്ടയം സ്വന്തമായിട്ട് പേര് കിട്ടാത്തത് കൊണ്ട് കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് തടസ്സം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കടകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ വാടകകളും പിന്നെ നമ്മുടെ അംഗങ്ങളുടെ മാസവരിയൊക്കെ കൊണ്ടാണ് ലൈബ്രറിയന് ശമ്പളമായിട്ടും അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരുപാട് പുസ്തകങ്ങളും പത്രങ്ങളും എല്ലാം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് രേഖകളുണ്ടായിരുന്ന ഒരു ലൈബ്രറിയാണ് ഇത്. നമുക്ക് ഇപ്പം ഇപ്പോഴും പുസ്തകങ്ങളാണ്. അല്ല, അത് ഇതിനകത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കെട്ടിടം ശരിക്കും നന്നാക്കാതെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറാൻ പോലും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത് താൽക്കാലികമായ ഒരു പുനരുദ്ധാരണമല്ല വേണ്ടത്. ഇത് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ കെട്ടിടം പുതിയതായിട്ട് പണിയുക എന്നുള്ളതാണ്. അത് പക്ഷേ അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഇതിനടുത്തുള്ള ഏതെങ്കിലും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ലൈബ്രറിയുടെ തന്നെ പേരിൽ താൽക്കാലികമായ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇവിടം ഇൻ ഫ്യൂച്ചറിൽ പണിതതിന് ശേഷം അവിടെയൊട്ട് ശരിയാക്കുക എന്നുള്ള. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ ഇത് മുഴുവൻ പണിതേച്ചൊന്നും നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലൈബ്രറിയുടെ ഇപ്പോഴുള്ള ആ ഒരു ലൈബ്രറി കൗൺസിലിൻ്റെ അനുവാദത്തോടു കൂടി അടുത്തുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ ഈ ബാക്കി ഉള്ള സാധനങ്ങൾ, പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ചൊക്കെ കളക്ട് ചെയ്താൽ കുറച്ചൊക്കെ ബുക്സൊക്കെ കിട്ടും. അങ്ങനെ ആ ബുക്സ് എല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഇത് കൊണ്ടുപോവുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പെട്ടെന്നുള്ളവർ. അല്ലാതെ ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല. കാരണം ഇതിന് നല്ലൊരു സാമ്പത്തിക ചെലവുണ്ട്. അതാണ് ഒരു കാര്യം. കുറേ നാൾ നല്ല നിലയിൽ നടന്നിട്ട് അന്നിരുന്ന ആളുകൾക്ക് പിന്നെ താല്പര്യം കുറഞ്ഞു പോയി. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതാണ് ഇത് നഷ്ടപ്പെടാനുള്ളത്. വളരെ ഗൗരവപൂർവമായ ഒരു ചർച്ചകളാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പുനരുദ്ധാരണ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് അപ്പം ഞാൻ ലൈബ്രറി കൗൺസിലുമായിട്ട് ബന്ധപ്പെടുകയും അവർ ഇതിനുള്ള നിയമപരമായ കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ് അറിയാം. അവർ നിയമപരമായ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അവർക്കിപ്പം നമ്മൾ സഹകരണമുണ്ട്, എങ്കിൽ പോലും അവർക്ക് സദസ്സിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്നാണ്. നമുക്കിപ്പം 1915-2-1963 ഇപ്പോഴും അതിൻ്റെ ശിലാഫലകം ഇവിടെയുണ്ട്. മൺമറഞ്ഞ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആർ ശങ്കർ അവറുകളാണ് ഇതിന് കല്ലിട്ടത്. ഇത്രയും ഒരു സംസ്കാരമുള്ള ഈ ഒരു നാടിന്റെ പൈതൃകം
എത്രയും പെട്ടെന്ന് പുനരുദ്ധീകരിക്കുവാൻ ഉള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.